ഹലോ ഗൈസ്. അപ്പോൾ ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികളോട് ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, ഒരു കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ +2 ഒക്കെ പാസ്സായി, ഞാൻ നല്ല മാർക്ക് കുറച്ച് കുറവൊക്കെ ഉണ്ട്, സങ്കടപ്പെടണ്ട, അതിലൊക്കെ വൈകി നമുക്ക് തെളിയും. പിന്നെ നിങ്ങൾ കോളേജ് അഡ്മിഷൻ നോക്കുകയെന്ന് വെച്ചാൽ പുറത്തോട്ട് പോകാന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കേരളം വിട്ട് നമ്മുടെ ഇന്ത്യ സ്റ്റേറ്റ് ആയ നമ്മൾ അപ്പുറത്തൊക്കെ പോകുമല്ലോ. ഐ മീൻ മറ്റേ എന്താ പറയുക, തമിഴ്നാടും ചെന്നൈയും പിന്നെ മറ്റേ ബാംഗ്ലൂര് അങ്ങോട്ടൊക്കെ പോകുമല്ലോ. അപ്പം അങ്ങോട്ട് പോകണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താ, ഒരിക്കലും നിങ്ങൾ കരുതുമായിട്ടുള്ള ലൈഫായിരിക്കില്ല അവിടെ. ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റിയാണത്. അത് സിറ്റി എന്ന് പറഞ്ഞാൽ വലിയ സിറ്റിയാണ്. നമ്മുടെ കൊച്ചിൻ്റെ ഒരു 4-5-6 ഇരട്ടി ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അവിടെ പഠിച്ചൊരു വ്യക്തി നിലയ്ക്ക് ഞാൻ പറയാമെന്ന് വെച്ചാൽ, നല്ല കോളേജ് നോക്കി പോവാം. ഈ ഉൾക്കാട്ടിലുള്ള കോളേജൊന്നും എടുക്കാതെ അത്യാവശ്യം സിറ്റിൻ്റെ ഒരു അടുത്തേക്ക് തന്നെ കോളേജ് നോക്കി പോയാൽ കുറച്ച് ലൈഫിലും കിട്ടും. നിങ്ങൾ ചിലപ്പോൾ പഠിക്കാനായിട്ട് പോകുന്ന ആൾക്കാരൊന്നും ആവില്ല, പുറത്ത് കുറച്ച് ഫ്രീഡൊക്കെ അന്വേഷിച്ച് പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതലും. കാരണം ഞാനും അവനൊക്കെ പോയ ഒരാളാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡൊക്കെ അന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നല്ല നല്ല കോളേജിൽ നിങ്ങൾ കുറച്ച് എമൗണ്ട് തോനെ കൊടുത്തു കഴിഞ്ഞാലും മനസ്സമാധാനത്തോടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. ഈ ലോക്കൽസ് ഏരിയയൊക്കെ എല്ലാ സ്ഥലത്തോടെ പോയിട്ട് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവരൊന്ന് ചൊറിയും, ഇവരൊന്ന് മാന്തും, അപ്പോൾ അതിനെ തിരിച്ചാണ് തല്ലേണ്ടി വരും. അങ്ങനെ ഓരോ വള്ളിക്കേസൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല നല്ല കോളേജ് നോക്കി പോവുക. ഞാൻ ഏറെ കോളേജൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങളായിട്ട് നിങ്ങൾ തന്നെ അന്വേഷിച്ച് പോയി കണ്ടെത്തിക്കോളി. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് അതിൽ വാങ്ങാത്ത കാണിച്ചെത്തിക്കുക. കാരണം ഞാൻ പഠിച്ചത് സി കോളേജിലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാവിധ ആക്സസും നേരത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു കോളേജാണ് ഞങ്ങൾ സി കോളേജ് എന്ന് പറയുന്നത്. അതായത് KR-പുരം കൃഷ്ണരാജപുരം പറഞ്ഞ കോളേജിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഉഷാറായിട്ട് തന്നെ പോയിരുന്നത്. പിന്നെ എന്താ, കുട്ടികൾ ക്ലാസ്സിക്ക് വരാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റൊക്കെ വരും, പിന്നെ കുറേ ആൾക്കാർ വരില്ല. അപ്പോൾ വേണ്ടവർക്ക് ഒന്ന് പഠിക്കാം, അല്ലാത്തവർക്ക് അങ്ങനെ അതാക്കി പോവാം. ഇപ്പോഴും അവിടെ സപ്ലൈ അടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഒപ്പം പഠിച്ചാൽ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയവരൊക്കെ ആയാലും ഇപ്പോഴും അവിടെ സപ്ലൈ അടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എപ്പോഴും എഴുതിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പഠിക്കുന്ന ആൾക്കാർക്ക് പഠിച്ചിട്ട് അങ്ങനെ പോവാം, കുതികളിച്ചാൽ അങ്ങനെ നടക്കാം. അതിന് പറ്റിയ സ്ഥലമാണ് ബാംഗ്ലൂർ, ഇല്ല പറയാലോ. അപ്പോൾ നന്നാവണമെന്നില്ലവർക്ക് നന്നാവാം, അതല്ല ഉടായിപ്പട്ടി നടക്കണമെന്ന് ഉടായിപ്പട്ടി നടക്കും. കാരണം ഞാനവിടെ പഠിച്ച വ്യക്തിയാണെന്ന് നിലയ്ക്ക് 3 കൊല്ലം 3.5 കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വല്ലാണ്ട് ബാംഗ്ലൂർ കണ്ട് ഫുള്ള് എല്ലാം മുക്കും മൂലയും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറയണമെന്നില്ല. പക്ഷേ ജീവിക്കാൻ പഠിക്കാം. ഒന്ന്, നമുക്ക് പൈസ ഇല്ലാതെ എങ്ങനെ നിൽക്കാം, എത്ര ദിവസം എത്ര എക്സ്പെൻസ് എങ്ങനെ ആവാമെന്നൊക്കെ അറിയാൻ പഠിക്കാം. അതിന് പുറത്ത് നിൽക്കണം, അതായത് റൂം എടുത്തിട്ട് പുറത്ത് നിൽക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. പിന്നെ ഞങ്ങൾ എവിടെ കൊണ്ടിട്ട് ഞങ്ങൾ ജീവിച്ചോളൂ. അപ്പം അങ്ങനെയൊക്കെ ഒരു സുഖമുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കോളേജൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുക, നോക്കിയിട്ടും കണ്ടിട്ടും സ്ഥലങ്ങളൊക്കെ എവിടെയെന്നൊക്കെ നോക്കിയിട്ടും കോളേജൊക്കെ ഇപ്പോൾ ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം നമ്മളെ മറ്റേ ഇതുപോലെയാണ്, എന്താ പറയുക, ഒരു സംഭവമാണിത്. അത് നമുക്ക് അവിടെ ഇൻകം ഉണ്ടാക്കാനും ചിലവാക്കാനുള്ള മാർഗങ്ങളൊക്കെ ഒരു പറഞ്ഞു. പാർട്ട് ടൈം ജോബ് ഇഷ്ടമാതിരി ഉണ്ടാവും, പൊട്ടിന് തെങ്ങോട്ട് കിട്ടണം അത്രയും ഉണ്ടാവും പാർട്ട് ടൈം ജോബുകൾ. ഞാനൊക്കെ കുറേ പോയിട്ടുണ്ട്. ഡെലിവറി ഓടാൻ പോയിട്ടുണ്ട്, സൊമാറ്റോ ഡെലിവറി ഓടാൻ പോയിട്ടുണ്ട്. നോട്ടീസ് കൊടുക്കാൻ ബൈജൂസിന് എന്തോ നോട്ടീസോ അങ്ങനത്തെ പരിപാടി കൊടുക്കാൻ പോയിട്ടുണ്ട്. വർക്കിന് പോയിക്കണേ, അതായത് ഓരോ പബ്ബിലും മറ്റേ തേങ്ങായിട്ട് വർക്കൊക്കെ ഉണ്ടാവും, അവിടെ പോയിക്കണേ. അപ്പം അങ്ങനെ കുറേ പണിയെടുത്തേ. അത് ഓരോ മാളിൽ എന്താ പറയുക അവിടെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടിയിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിക്കണേ. അപ്പോൾ പാർട്ട് ജോബ് നിങ്ങൾക്ക് ഇഷ്ടംമാതിരി കിട്ടും. പക്ഷെ ആ പൈസ നിങ്ങൾക്ക് അവിടെ ചിലവാക്കാനുള്ള ഓപ്ഷൻ ഒരു കാണിച്ചു തരും, മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ, നാട്ടിൽ അധികം സിറ്റീസിലെ ആൾക്കാർക്കാണെങ്കിൽ ഈ സൊമാറ്റോ വാങ്ങിയതൊക്കെ ഉണ്ടാവും. ഈ ഉള്ളിൽ പഠിച്ച ആൾക്കാർക്ക് എന്താ വെച്ചാൽ, അവർക്ക് ഇവിടെ പണിയെടുത്താലും ഒരു ദിവസം നിങ്ങൾക്ക് കൂടിപ്പോയ ഒരു 200-300 കൂടിപ്പോയ 500 രൂപ കിട്ടും. അതെ, അവിടെ നമ്മൾ രാത്രി ഒരു 6 മണി ഇട്ട് ഒരു 12,000 സൊമാറ്റോ ഇടയിൽ നമുക്ക് കിട്ടും 800 രൂപ. വെറും 800, ചിലപ്പോൾ ഇൻസെൻറ്റീവ് കൂടി 1000 രൂപ കിട്ടും, പറയാൻ പറ്റില്ല. മയക്കണെങ്കിൽ പറയാൻ വേണ്ട, 1500 എന്തായാലും കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കണം മാത്രമല്ല, എന്തെങ്കിലും ഒരു സൈഡിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. ഇനി അതല്ല പഠിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ, പഠിക്കാനായിട്ട് പോകണലുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ പഠിക്കാനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. നല്ല നല്ല കോളേജസ് നോക്കി പോവുക.
ഇപ്പം ഞാൻ പഠിച്ച സൈക്കോളജിയിലാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി വല്ലാണ്ട് കുറ്റങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. കാരണം ഇപ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, അത് വേറെ കാര്യം. സർട്ടിഫിക്കറ്റ് പക്ക കിട്ടുന്ന കോളേജ് ഉണ്ടെങ്കിൽ അത് നോക്കി പോയിക്കൊള്ളു ആളെ ഞാൻ പറഞ്ഞുതരാം. അല്ലാണ്ട് ഈ മുമ്പിൽ തെറ്റിയിരിക്കും. അതായത് ഞങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ 2ാമത്തെ കൊല്ലമാണ്, 2024 ഇപ്പോൾ 2 കൊല്ലമായി സർട്ടിഫിക്കറ്റില്ല. എനിക്കൊരു സപ്ലി ഉണ്ടായിരുന്നു, അത് 5th സെമ്മിൽ സപ്ലി ഉണ്ടായിരുന്നു, അത് ഞാൻ ക്ലിയർ ചെയ്തു. എന്തോ ഒരു കോൺവെക്കേഷൻ എന്തോ ഫീ എന്താ കടക്കണം പറഞ്ഞു, അതൊക്കെ അടച്ചു. ഇതുവരെ കിട്ടിയില്ല സർട്ടിഫിക്കറ്റ്. നമുക്ക് നമ്മളെ ആധാറായിട്ടൊക്കെ ലിങ്ക് ചെയ്താണ്ട് ഡിജി ലോക്കറിലുണ്ട് സാധനം, പക്ഷേ അവിടെ നിന്നാണ്ട് വന്നിട്ടില്ല. ഒരു പേപ്പർ സാധനം കിട്ടുമല്ലോ പാസ് അയക്കണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരുമല്ലോ നമുക്ക്, അത് ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റി ഞങ്ങളത്. അപ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു, എന്താ അറിയില്ല. ഒരു ഇപ്പം അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവർ പറയാം എന്താ ഫീസ് ക്ലിയർ ചെയ്തതിൻ്റെ ഇത് കൊണ്ടാണ് റെസിപ്റ്റ് കൊണ്ടാണ് നമ്മൾ ഫീസ് അടിച്ചിരിക്കുന്നത് ക്യാഷ് ആയിട്ടും ഗൂഗിൾ പേ ആയിട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും തെളിവിഞ്ഞ് ഇവിടുന്നുണ്ടായി കൊടുക്കാൻ നമുക്ക് ഒരു ചെറിയ കണ്ടാൽ തരും റെസിപ്റ്റ്. അതൊക്കെ നമ്മൾ ഫീസ് ഒരിക്കലും നമ്മളെ ഫീസ് ഇറക്കാതെ ഒരു എക്സാമിന് കയറ്റൂല, മനസ്സിലായോ? ഓൽക്കറിയാം. ഓല് പിന്നെ നമ്മളൊന്ന് മടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആംഗിളും പറഞ്ഞ് നടക്കും. അപ്പോൾ അതൊക്കെ നോക്കി കൊണ്ടൊക്കെ പോവുക. ഇപ്പോഴും സർട്ടിഫിക്കറ്റ് കുറേ. പിന്നെ നേഴ്സിങ്ങിനൊക്കെ പെട്ടെന്ന് കിട്ടും. നേഴ്സിങ്ങൊക്കെ അത്യാവശ്യം എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി മാത്രമേ നേഴ്സിംഗ് കാര്യങ്ങൾ കൊടുക്കുള്ളൂ. നമ്മൾ ഡിഗ്രിയൊക്കെ പോലെ എല്ലാ ആൾക്കാർക്കാണെങ്കിൽ കുറവുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, മട്ടം പോലെയൊക്കെ ചെയ്യുക. പിന്നെ പറയാനുള്ളത് ഡ്രഗ്സ് ഉണ്ടാവും വേസ്റ്റാമാര് മുമ്പ് കൂടി ഇങ്ങനെ നല്ല മറ്റേ മുട്ടായി വിൽക്കണൊക്കെ ഇങ്ങനെ വിൽക്കും. അപ്പോൾ അതിലൊന്നും പോയി ചാടാൻ നിൽക്കുക. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കാലാകാലം വേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലേക്ക് ജീവിച്ചാൽ നല്ലേക്ക് മരിക്കാം. എന്തായാലും ജീവിച്ചു ഇനിയിപ്പോൾ എന്തായാലും ജനിച്ചു മരിക്കണോ? എന്തായാലും ജനിച്ചു ഇനിയിപ്പോൾ ജീവിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ മട്ടം പോയി നോക്കി. അപ്പം അതൊക്കെയാണ് പറയാമല്ലോ കേട്ടോ. സർട്ടിഫിക്കറ്റ് ഇല്ല കോളേജിൽ പോയി ചേർന്നോളി. പിന്നെ ഈ ആഡോൺ കോഴ്സൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുക്കാതൊക്കെയാണ് ഒന്നുകൂടി ബെറ്റർ. കാരണം ആ പൈസ നമുക്ക് വേറെ അല്ല, നമ്മളാ പഠിക്കുന്ന ടൈമിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലും കൊടുത്തിട്ട് ഓൺലൈനിൽ പഠിക്കുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇടും, മറ്റൊരു വണ്ടിയും കിട്ടില്ല. കിട്ടും, അത് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, വെറുതെ എന്താന്ന് പോകാന്നുള്ളൂ. അപ്പോൾ ഈ ആഡോൺ കോഴ്സ് ഇപ്പോൾ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പറയാനിപ്പോൾ എന്തൊക്കെയാണ് എനിക്കറിയില്ല. കുറേ ഉണ്ട് നമുക്ക് ഇൻഷാല്ലാ ഒരു വ്ളോഗായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാണ്ട്, ഓരോ വ്ളോഗായിട്ട് ഇങ്ങനെ വരേണ്ടി ഞാൻ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.